നമസ്കാരം. സ്റ്റാർബേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം. ABVP കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. നാളുകൾ നീളുന്ന ആരോഗ്യ നിർമ്മാണം. ചെങ്ങളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. വ്യാജ സന്ദേശങ്ങൾക്ക് ഫേസ്ബുക്കിന്റെയും കൂച്ചുവിലങ്ങ്. വാട്സപ്പിന് പിന്നാലെ വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് തടയാനൊരുങ്ങി ഫേസ്ബുക്ക്. വാർത്തകൾ വിശദമായി. ശ്യാമപ്രസാദ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക, പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ നടത്തിയ കൊലപാതകങ്ങൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ABVP നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷവും ലാത്തിച്ചാർജും. പ്രവർത്തകർക്ക് നേരെ പോലീസ് ആദ്യം 2 തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചെങ്കിലും പിരിച്ചുപോകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. പ്രവർത്തകർ എത്തിയ ശേഷം ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുജിത് ശശി പ്രസംഗിക്കവേ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. വിദ്യാർത്ഥി സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം പുറങ്കാലി കൊണ്ട് ചവിട്ടുകൊട്ടയിലെറിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെയാണ് KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം. ഈ കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മുഴുവൻ കൊലപാതകങ്ങളും NIA നേതൃത്വത്തിൽ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും നിരോധിക്കണമെന്നാണ് പോലീസിന് നേരെ കല്ലേറുണ്ടായതോടെയാണ് ടിയർ ഗ്യാസ് പ്രയോഗവും ലാത്തിചാർജും ഉണ്ടായത്. കല്ലേറിൽ AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ജിതിൻ രാജിന് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുക, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക, കൊലപാതകങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ABVP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. സംഘർഷത്തെ തുടർന്ന് കണ്ണൂർ നഗരത്തിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ചെങ്ങളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം പണിതീരാതെ കിടക്കുന്നു. വയറിംഗ് പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിലും വൈദ്യുതി ബന്ധം പോലും ഇതുവരെ എത്തിക്കാനായിട്ടില്ല. ചെങ്ങളായി പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പണി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. പണി തുടങ്ങി നാളുകൾ കഴിഞ്ഞെങ്കിലും ഇതുവരെയും വൈദ്യുത ബന്ധം പോലും ഒരുക്കാൻ സാധിച്ചിട്ടില്ല. വളരെയേറെ സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കിയ കെട്ടിടം നാളുകൾ കഴിഞ്ഞിട്ടും ഉപകാരമില്ലാതെ കിടന്ന് നശിക്കുകയാണ്. വയറിംഗ് പ്രവൃത്തികളും നടന്നു കഴിഞ്ഞു. ചെങ്ങളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നത് നിരവധി ആൾക്കാരാണ്. എന്നാൽ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമെന്ന ആവശ്യത്തിന് മാത്രം പ്രതിസന്ധികൾ വിലങ്ങുതടിയാകുന്നു. നിലവിൽ ഈ കെട്ടിടത്തിനായി ചിലവഴിച്ച പണം മുഴുവനും അനാഥമായി കിടക്കുകയാണ്. മോട്ടോർ വാഹനങ്ങളുടെ പിഴ എത്രയും പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് RTO. മോട്ടോർ വാഹന കേസുകളിൽ പിഴത്തുക അടയ്ക്കാനായി അറിയിപ്പ് കിട്ടിയ വാഹന ഉടമകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ RTO ഓഫീസിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ സേവാ കേന്ദ്രങ്ങളിലോ എത്രയും പെട്ടെന്ന് പിഴത്തുക മുഴുവനും അടച്ച ശേഷം കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് അറിയിപ്പ് ലഭിച്ചു. അല്ലാത്തപക്ഷം പിഴത്തുക പിരിച്ചെടുക്കുന്നതിനുള്ള റവന്യൂ റിക്കവറി നടപടികളും വാഹന ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളും എടുക്കുമെന്ന് RTO അറിയിച്ചു. കണ്ണൂർ RTO പരിധിയിൽ ജില്ലയിൽ സ്ഥാപിച്ച ക്യാമറ നിരീക്ഷണ സംവിധാന പ്രകാരം ഏകദേശം 3500 കേസുകളിലായി 3/4 കോടിയോളം രൂപ സർക്കാരിലേക്ക് പിഴത്തുകയായി പിരിഞ്ഞു കിട്ടാനുണ്ട്. പിഴത്തുക ഈടാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന ഉടമകളെ നേരിൽ കണ്ട് പിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും വാഹന ഉടമകൾക്ക് തപാൽ മുഖാന്തരം വിവരം അറിയിക്കുന്നുണ്ട്. ശ്രീകണ്ഠാപുരത്ത് മാഹി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ.
5 കുപ്പി മദ്യമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. 5 കുപ്പി മാഹി മദ്യവുമായി മധ്യവയസ്കൻ ശ്രീകണ്ഠപുരത്ത് അറസ്റ്റിലായി. പരിപ്പായിലെ KP അശോകനെയാണ് ശ്രീകണ്ഠപുരം SI പ്രകാശനും സംഘവും അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്ന് പരിപ്പായി മുച്ചിലോട്ട് ഭഗവതിക്കാവിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. 47 വയസ്സാണ് ഇദ്ദേഹത്തിന്. ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നാച്ചുറൽ സയൻസ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുമായി ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കണമെന്ന് അറിയിച്ചു. സ്റ്റാർ ബേർഡ് വാർത്തകളിൽ ഇനിയൊരിടവേള. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ആ ഭവനം പൂർത്തീകരിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ വസ്തുക്കളും ഒരു കുടക്കീഴിൽ ഒരുക്കി നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. AM സെയിൽസ് കോർപ്പറേഷൻ. ബിൽഡിംഗ് മെറ്റീരിയൽ വിൽപ്പന രംഗത്തെ അനിശ്ചിതനാമം AM സെയിൽസ് കോർപ്പറേഷൻ. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, ഗുണനിലവാരം, 13 വർഷത്തെ സേവന പാരമ്പര്യം. എത്ര വലിയ ഏത് മാതൃകയിലുള്ള ബിൽഡിങ്ങുകളായ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളായ പൂർത്തീകരിക്കുവാനുള്ള എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. AM സെയിൽസ് കോർപ്പറേഷൻ. AM സെയിൽസ് കോർപ്പറേഷൻ, ശ്രീകണ്ഠപുരം. സ്വപ്നഗ്രഹങ്ങൾ അലങ്കരിക്കുവാൻ MM സെയിൽ കോർപ്പറേഷൻ മയിൽ 25,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന MM സെയിൽ കോർപ്പറേഷനിൽ പ്രമുഖ കമ്പനികളുടെ ടൈൽ, ഗ്രാനൈറ്റ്, മാർബിൾ, സാനിറ്ററി വെയർ എന്നിവയുടെ ഉജ്ജ്വല ശേഖരം. ജോൺസൺ, ഖജാരിയ, സൊമാനി എന്നിവയുടെ വൈവിധ്യവും നവീനവുമായ ടൈലുകൾ. സൊമാനി, പ്യാരിവെയർ, ജാഗ്വാർ, ഒപ്പം മറ്റ് കമ്പനികളുടെയും സാനിറ്ററി വെയർ ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. കൂടാതെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, പെയിന്റ്, സ്റ്റീൽ, സിമന്റ്, ഹാർഡ്വെയർ എന്നിവയുടെ നിരവധി ശ്രേണികളുമായി MM സെയിൽ കോർപ്പറേഷൻ. ഇനി നിങ്ങളുടെ വീടുകൾ എന്നും സ്റ്റൈലിഷ് ആകും. MM സെയിൽ കോർപ്പറേഷൻ, 8 മൈൽ മയിൽ. സ്പേസ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് ചെങ്ങളായി. നിത്യോപയോഗ സാധനങ്ങൾക്ക് ടൗണുകളിൽ ചെന്ന് പർച്ചേസ് ചെയ്യാതെ നിങ്ങളുടെ ഗ്രാമത്ത് സ്പേസ് മാർട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2 നിലകളിലായി അതിവിശാലമായ ഷോറൂമിൽ ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസ് ഒരു കുടക്കീഴിൽ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ടോയ്സ്, കൂടാതെ നിത്യോപയോഗ സാധനങ്ങളും റബ്ബർ ടാപ്പിങ്ങിനുള്ള സാമഗ്രികളും പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകൾ എത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഹോം ഡെലിവറി സൗകര്യം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. നിങ്ങളുടെ ഷോപ്പിംഗ് സ്പേസ് മാർട്ടിലൂടെ വീടുകൾ തന്നെയാക്കൂ. സ്പേസ് സൂപ്പർ മാർക്കറ്റ്, അരിമ്പ്ര, ചെങ്ങളായി. ഫോൺ 04602232 8281829988. സ്പേസ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ചെങ്ങളായി. വാർത്തകൾ തുടരുന്നു. വാട്സപ്പിന് പിന്നാലെ ഫേസ്ബുക്കും വ്യാജ സന്ദേശം തടയുന്നതിനുള്ള ഒരുക്കം തുടങ്ങി. ഇന്ത്യയിലെ ആൾക്കൂട്ട അക്രമങ്ങൾ തടയുന്നതിനാണ് നീക്കം. വ്യാജ വാർത്ത തടയുന്നതിനായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഫേസ്ബുക്കും രംഗത്ത്. സംഘർഷങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ തടയുവാനാണ് ഫേസ്ബുക്ക് നീക്കം. അടുത്തിടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്ന വ്യാജ വാർത്തകളിലൂടെ ആളുകളെ ജനക്കൂട്ടം കൊലപ്പെടുത്തുന്ന വാർത്തകൾ വരുന്ന വെളിച്ചത്തിലാണ് ഫേസ്ബുക്കിന്റെ പുതിയ നീക്കം. പലപ്പോഴും ഫേസ്ബുക്കിലെ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ശാരീരിക ആക്രമണങ്ങളിലേക്ക് വരെ നയിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ ഇത്തരം അപകടകരമായ ഉള്ളടക്കങ്ങളുള്ള പോസ്റ്റുകൾ നിയന്ത്രിക്കാൻ നയപരമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരം ചില പോസ്റ്റുകൾ ഫേസ്ബുക്ക് എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്തേക്കാം. അതിൽ വയലൻസ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് അതിന്റെ ഉള്ളടക്കം പരിശോധിക്കും. അടുത്തിടെ ശ്രീലങ്കയിൽ ഈ സംവിധാനം പരീക്ഷിച്ചിരുന്നു. വ്യാജ വാർത്ത അക്കൗണ്ടുകളെ കണ്ടെത്തി അവയെ ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്യാനും ഫേസ്ബുക്കിന് പദ്ധതിയുണ്ട്. ഫേസ്ബുക്കിന്റെ കീഴിലുള്ള വാട്സപ്പും അടുത്തിടെ വ്യാജ വാർത്ത തടയാനുള്ള സംവിധാനങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഓണം അടുക്കുന്നതോടെ തുണിത്തരങ്ങൾക്ക് വില വർദ്ധിക്കാൻ സാധ്യത. കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ ഉയർത്തിയതാണ് കാരണം. ഇറക്കുമതി ചെയ്യുന്ന ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തീരുവ ഇരട്ടിയായി ഉയർത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര ഉൽപ്പാദകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടിയാണിത്. എന്നാൽ വിദേശ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരുവ താൽക്കാലികമായി വിലവർദ്ധനയ്ക്ക് കാരണമാകുമെന്നാണ് ഈ രംഗത്തുള്ളവരുടെ നിരീക്ഷണം. ഇറക്കുമതി ചെയ്യുന്ന 50-ൽ പരം ഉൽപ്പന്നങ്ങൾക്കാണ് സർക്കാർ തീരുവ ഇരട്ടിയാക്കിയത്. പുതിയ നിരക്ക് ബാധകമായ ഉൽപ്പന്നങ്ങളുടെ പട്ടിക കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് പുറത്തിറക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നടപടിയിലൂടെ
ആഭ്യന്തര ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ ഉണർവാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഓണം, ബക്രീദ് മുതലായ ആഘോഷങ്ങൾ വരാനിരിക്കെ തുണിത്തരങ്ങൾക്ക് വില കൂടുമെന്ന് ഉറപ്പായി. ശ്രീകണ്ഠാപുരത്ത് പണം വെച്ച് ചീട്ട് കളിച്ചവർ പിടിയിലായി. കാഞ്ഞിലേരി മരമില്ലിന് സമീപത്ത് 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞിലേരി മരമില്ലിന് സമീപം പണം വെച്ച് ചീട്ടുകളിയിൽ ഏർപ്പെട്ട 6 പേരെ SI C പ്രകാശൻ അറസ്റ്റ് ചെയ്തു. കാഞ്ഞിലേരി സ്വദേശികളായ AV നാരായണൻ, കുട്ടാവിൽ പുതിയപുരയിൽ പ്രശാന്ത്, വലിയ വീട്ടിൽ ഷിജു, രാമപുരത്ത് വീട്ടിൽ പ്രകാശൻ, പുതുശ്ശേരി പ്രേമരാജൻ, താമരവളപ്പിൽ ഷിബി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 8,660 രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. വീട്ടുപരിസരത്ത് കാൽതെന്നി വീണ വയോധികൻ മരിച്ചു. കാഞ്ഞിലേരി സ്വദേശി പ്രഭാകരനാണ് മരിച്ചത്. വീട്ടുപരിസരത്ത് നിന്നും കാൽതെന്നി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. കാഞ്ഞിലേരി ബാലങ്കരിയിലെ PV പ്രഭാകരനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത്. കഴിഞ്ഞയാഴ്ച വീട്ടിലേക്ക് വരുന്നതിനിടെ കാൽതെന്നി വീണ് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഭാര്യ TV ശോധ, മക്കൾ ഷീബ, അജിത, ഷിബു എന്നിവരാണ്. ശ്രീകണ്ഠാപുരം SES കോളേജിൽ സ്വാശ്രയ വിഭാഗത്തിൽ ഹിന്ദി അധ്യാപകന്റെ ഒഴിവുണ്ട്. ഇന്റർവ്യൂ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക്. ശ്രീകണ്ഠാപുരം കൊയ്യം പാറക്കാടിയിലെ മാവിളച്ചാത്തോത്ത് കുഞ്ഞിരാമൻ നമ്പ്യാർ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സഞ്ചയനം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ABVP കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. നാളുകൾ നീളുന്ന ആരോഗ്യ നിർമ്മാണം. ചെങ്ങളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. വ്യാജ സന്ദേശങ്ങൾക്ക് ഫേസ്ബുക്കിന്റെയും കൂച്ചുവിലങ്ങ്. വാട്സപ്പിന് പിന്നാലെ വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് തടയാനൊരുങ്ങി ഫേസ്ബുക്ക്. വാർത്തകൾ സമാപിക്കുന്നു.